നിയമിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ എന്ന വിഷയമാണ്. നമുക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ. ആ ദൂതനെ ഏതെല്ലാം കാര്യങ്ങളിലാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് രാത്രി ചിന്തിക്കാനായി പോകുന്നത്. നമുക്ക് നമ്മളെ ദൂതനോടുള്ള സമീപനം എന്താണ്, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിന്റെ 20, 21, അത് കഴിഞ്ഞിട്ട് 23 ഈ വാക്യങ്ങൾ വായിക്കും. നമ്മൾ വായിച്ചാട്ടെ അതിന്റെ ആമേൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണം. ഇന്ന് രാത്രി ഞങ്ങൾ സംസാരിക്കണമേ, അനുഗ്രഹമാക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ ഈ ഒരു ഹാളിൽ കുറച്ച് പേരും, അതുപോലെ തന്നെ വെളിയിലും അപ്പുറത്തെ റൂമിലും ഇവിടെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വാക്യങ്ങൾ അവരുടെ ഭാഗത്ത് വായിക്കുമ്പോൾ മറുഭാഗത്ത് ചിലപ്പോൾ കേൾക്കാൻ കഴിയുന്നു വരില്ല. സാരമില്ല, കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്നാലും വായിക്കാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അതിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോഴേ നിനക്ക് വേണ്ടി ദൈവം നിയമിച്ചിരിക്കുന്ന ദൂതൻ, ആ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം നിയമിച്ചിരിക്കുന്നത്? ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടത്. ഇപ്പോൾ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പോരുകയാണ്. അവര് യാത്രയിലാണ്, വലിയ യാത്രയില്ല. അവർക്ക് തൊട്ടു മുമ്പ് യാഗമർപ്പിക്കുന്നതിനെ കുറിച്ചും ആരാധനയെക്കുറിച്ചും അവർ പാലിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ കർത്താവ് സംസാരിക്കുകയാണ്. ഒരു വ്യവസ്ഥകൾ ദൈവം അവിടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. അവരെങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ദൈവം അവരോട് സംസാരിക്കുകയാണ്. അതെല്ലാം നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇന്ന് നമ്മുടെ മുമ്പിൽ സമയമില്ല. ഒരുപാട് കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 23-ാം അധ്യായം നമ്മളിതിനെ വായിച്ചു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ദൈവം അതിനെ അനുഗ്രഹിക്കുന്നത് വെറുതെ അനുഗ്രഹിച്ചു പോകുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കുന്നത് ചില വ്യവസ്ഥകൾ ദൈവം വെച്ചിട്ടുണ്ട്. ദൈവം നമ്മളെ രക്ഷിച്ചപ്പോൾ, കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗം അർപ്പിച്ചപ്പോൾ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, വ്യവസ്ഥകൾ കൂടാതെ കർത്താവ് നമ്മെ സ്വീകരിക്കുകയായി. ആമേൻ. കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ടത് അത് വ്യവസ്ഥകളൊന്നും കാരണമായിട്ടല്ല, പ്രവൃത്തികൾ കാരണമായിട്ടല്ല. കൃപയാൽ കർത്താവ് നമ്മെ എന്ത് ചെയ്തു? നമ്മെ രക്ഷിച്ചു. എന്നാൽ ഈ രക്ഷയുടെ അനുഭവത്തിൽ വന്ന ദൈവത്തിന്റെ പൈതൽ എങ്ങനെ നിൽക്കണം? വ്യവസ്ഥക്കനുസരിച്ച് വേണം ഇതിനകത്ത് നിൽക്കുവാൻ. വ്യവസ്ഥക്കനുസരിച്ച് വേണം യാഗമർപ്പിക്കുവാൻ. ഏത് യാഗവും കൊണ്ടുവന്ന് എങ്ങനെയും അർപ്പിച്ചു പോകാമെന്ന് വിചാരിച്ചാൽ ആ യാഗം ദൈവസന്നിധിയിൽ ശിക്ഷാവിധിക്ക് കാരണമാകും. നമുക്കറിയാം, ദൈവത്തിന്റെ നിയമപെട്ടകം കൊണ്ടുവന്നപ്പോൾ, ആദ്യം ദാവീദിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്നപ്പോൾ, ആമേൻ, ഉസ്സ കൊല്ലപ്പെട്ട കാര്യം നമുക്കറിയാം. ആമേൻ. പെട്ടകം അറിയാൻ തുടങ്ങിയപ്പോൾ പെട്ടകത്തെ പിടിക്കാൻ തുനിഞ്ഞതാണ്. തന്റെ വീട്ടിൽ കുറച്ച് നാളുകൾ ആ പെട്ടകം ഇരുന്നപ്പോൾ ആ പെട്ടകത്തോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു. പ്രിയമുള്ള ദൈവത്തിന്റെ പൈതലേ, രാത്രി ആമേൻ, പരിചയത്താൽ ദൈവത്തോടുള്ള നിന്റെ ബഹുമാനം നഷ്ടപ്പെട്ടു പോകരുത്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താൽ ആരാധന നിനക്ക് പരിചയമുണ്ട്.
നീ പെന്തക്കോസ്തൽ വിശ്വാസത്തിന് അനുഭവത്തിലേക്ക് വന്നപ്പോൾ നീ ആരാധനാലയത്തിൽ വന്നത് അത് ദൈവം ഇന്ന് ഓർക്കുന്നുണ്ട്. എത്ര ഭക്തിയോടുകൂടിയാണ് നീ അതിനകത്ത് വന്നത്? ഏത് ചിന്തയോടുകൂടിയാണ് നീ അതിനകത്ത് വന്നത്? നിന്റെ പ്രാർത്ഥനയുടെ ജീവിതത്തിന്റെ ആദ്യ അനുഭവങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് നന്നായിട്ട് ഓർക്കുന്നുണ്ട്. നിന്റെ ആദ്യ അനുഭവങ്ങൾ എന്തായിരുന്നുവെന്ന് കർത്താവ് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. നിന്റെ ആരാധന പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഇന്ന് ഓർക്കുന്നുണ്ട്. നിന്റെ കണ്ണുനീര്, നീ ആലയത്തിൽ വന്ന് കരഞ്ഞത്, ആരാധനാലയത്തിൽ വന്ന് കരഞ്ഞത് പരിശുദ്ധാത്മാവ് ഇന്നും അത് ഓർക്കുന്നുണ്ട്. ഈ സമയം പോലെ ഓർക്കുന്നുണ്ട്. പക്ഷേ പരിചയം കൊണ്ട് നിന്റെ ഭക്തിക്ക് കുറവുണ്ടായപ്പോൾ, പരിചയം കൊണ്ട് നിന്റെ ആരാധനയ്ക്ക് കുറവുണ്ടായപ്പോൾ, പരിചയം കൊണ്ട് പ്രൈസ് ദി ലോർഡ് ആമേൻ നിന്റെ പ്രാർത്ഥനയുടെ ദൈവത്തോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് ദുഃഖിക്കുന്ന ഒരു അനുഭവം ഉണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവ് പറയുന്നതായ ആലോചന, നീ ആ പഴയ ഭക്തിയിലേക്ക്, നീ പഴയ ശക്തിയിലേക്ക് ആമേൻ നീ തിരിച്ചു വരണം. പഴയ ആരാധനയിലേക്ക് നീ തിരിച്ചു വരണം. പഴയ കണ്ണുനീരിലേക്ക് നീ തിരിച്ചു വരണം. ആ കൃപയുടെ യാതനയിലേക്ക് നീ തിരിച്ചു വരണം. പഴയ പ്രാർത്ഥനയിലേക്ക് നീ തിരിച്ചു വരണം. പഴയ ഉപവാസത്തിലേക്ക് നീ തിരിച്ചു വരണം. പഴയ ദൈവ സ്നേഹത്തിലേക്ക് നീ തിരിച്ചു വരണം. പഴയ സമർപ്പണത്തിലേക്ക് നീ തിരിച്ചു വരണം. പഴയ കൂട്ടായ്മയിലേക്ക് നീ തിരിച്ചു വരണം. പഴയ സ്നേഹത്തിലേക്ക് നീ തിരിച്ചു വരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കരങ്ങൾ ഒന്ന് അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ആമേൻ, ആമേൻ. ഈ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നെങ്കിൽ ഇങ്ങനെയല്ല കൈകൾ അടിക്കുന്നത്. ശക്തിയോടെ അന്യഭാഷ പറഞ്ഞ് സ്തോത്രം ചെയ്ത് ആമേൻ ഇന്ന് രാത്രി ഈ ദൂത് ഏറ്റെടുക്കാം. പ്രബലപരമായി പ്രസംഗിച്ചു പോകുന്നു നമ്മള്. ആമേൻ. പ്രധാനമന്ത്രി അല്ലെങ്കിൽ രാഷ്ട്രപതി വന്ന് പ്രസംഗിക്കുമ്പോൾ, പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ കൈയടിക്കും. അത് പ്രോത്സാഹിപ്പിക്കാനല്ല കൈയടിക്കുന്നത്. എന്താ കൈയടിക്കുന്നത്? രാഷ്ട്രപതി അല്ലെ പ്രധാനമന്ത്രി, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പ്രസംഗിച്ചോ എന്ന് വിചാരിച്ചിട്ടല്ല. പ്രധാനമന്ത്രി രാഷ്ട്രീയ പ്രസംഗത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒരു പൊതുവേദിയിൽ വെച്ച് സംസാരിക്കുമ്പോൾ ആമേൻ, അല്ലെങ്കിൽ കുട്ടികളുടെ ആമേൻ കോളേജ് ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ആമേൻ അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് ആളുകൾ ചെവി കോർത്തിരിക്കുകയും കൈകളടിക്കുകയും ചെയ്യും. കാരണം ആ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇന്ന് രാത്രി ഈ പറയുന്ന കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുമ്പോൾ നീ കരങ്ങൾ അടിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നീ ആ കാര്യങ്ങൾ ഏറ്റെടുക്കുക. കരങ്ങളൊന്ന് അടിച്ചെന്ന് സ്തോത്രം ചെയ്താൽ, കരങ്ങളൊന്ന് അടിച്ചെന്ന് സ്തോത്രം ചെയ്താൽ നീ ഏറ്റെടുക്കുക, നീ വിശ്വസിക്കുക, നീ അംഗീകരിക്കുക. ഇപ്പൊ വ്യവസ്ഥകള് പറഞ്ഞു, വ്യവസ്ഥകളൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, വായിച്ചാട്ട് നീ വ്യവസ്ഥകള് അംഗീകരിച്ചു വരുമ്പോൾ വായിച്ചാട്ട് നീ ഇതാ വഴിയിൽ നിന്നെ, അപ്പോൾ ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടത്. അപ്പൊ എവിടെയാ കാക്കുന്നത്? വഴിയിൽ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ നീ നടക്കുന്ന വഴി പോലും ദൈവത്തിന്റെ ദൂതന്മാർക്ക് നിന്നെ സംരക്ഷിക്കുവാൻ വേണ്ടി ദൈവം നിയമിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ നടക്കുന്ന ഓരോ കാൽ ചുവടുകളിലും ദൈവത്തിന്റെ ഒരു നോട്ടമുണ്ട് എന്നുള്ള കാര്യം രാത്രി മനസ്സിലാക്കി നീ കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്താൽ, നീ വ്യവസ്ഥകൾ പാലിക്കുമ്പോൾ, നീ കൽപ്പനകൾ അനുസരിച്ച് പോകുമ്പോൾ, നീ ഒരു ഓർഡർ അനുസരിച്ച് പോകുമ്പോൾ നിന്നെ കാക്കേണ്ടതിന് ദൈവത്തിന്റെ ദൂതന്മാരോട് കൽപ്പിക്കുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വഴിയിൽ നിന്നെ കാക്കേണ്ടതിന്. ആമേൻ. പ്രിയമുള്ളവരെ, എത്ര അപകടങ്ങളാണെന്ന് വഴിയിൽ പതിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. അതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിച്ച ഒരു കാറാണ്. അതിങ്ങനെ പാഞ്ഞ് ഒരു സഹോദരി, ഒരു പാവപ്പിടിച്ച ഒരു സഹോദരി, ആമേൻ, കടയിലൊക്കെ പിരിവൊക്കെ നടത്തുന്ന ബിൽ കളക്ടർ എന്ന് പറയുന്ന ആ ജോലി ചെയ്യുന്നതായിരിക്കുന്ന സഹോദരി, ആമേൻ, നമുക്കറിയാമല്ലേ, കടകളിലൊക്കെ ചെന്ന് ഈ പൈസ ബാങ്കിന്റെ ലോണുകളൊക്കെ വാങ്ങിക്കാൻ നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ ചിലര് ചെറിയൊരു സാധനമായിട്ട് വന്നിട്ട് വാങ്ങിച്ച് രസീത് കൊടുക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്.
ഇതുപോലെ റോഡിൽ കൂടെ നടന്ന് ആമേൻ ഏഴ് സ്ഥലത്തൂടെയാ പോകുന്നറിയാമോ? റോഡിൽ നിന്ന് ഇറങ്ങി ടാറ്റ ഭാഗത്ത് നിന്ന് ഇറങ്ങി റോഡിൽ കൂടെ പാപം പിടിച്ച സഹോദരി മുന്നോട്ട് പോവുകയാണ്. വെറുതെ സൈഡിൽ കൂടെ ഇങ്ങനെ പോവുക. റോഡിലല്ല, ടാർ റോഡിലല്ല, മാറിയാ പോകുന്നത്. എല്ലാം കൂടെ മണ്ണിലൂടെയോ ഒന്നും അറിയാതെ പോകുമ്പോൾ പെട്ടെന്ന് ആമേൻ കണ്ണൂരിലാണ് സംഭവം. പെട്ടെന്ന് ഒരു കാർ പിന്നാലെ വന്ന് പിന്നെ നമ്മൾ കാണുന്ന പറന്ന് പുള്ളിക്കാരി പോകുന്നതാണ്. ആമേൻ മരിച്ചു. പിന്നിൽ നിന്ന് വന്ന ഒന്നാ നമ്മള് പറയും മുമ്പിൽ കൂടെ നോക്കി ശ്രദ്ധിച്ചു വേണം നടക്കാൻ. പക്ഷെ പുറകെ കൂടെ വരുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും? ആമേൻ അല്ലേ? പുറകെ കൂടെ വരുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും? അതിവേഗമായിരുന്നു വാഹനം, അതിഭയങ്കര വേഗത്തിലായിരുന്നു. എന്നിട്ട് ഇടിച്ചിട്ട് പുള്ളി അങ്ങ് പോവുക. ഒന്നും അറിയാത്തതുപോലെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് തിരിച്ച് ട്രാക്ടർ ഓടി കയറി വീണ്ടും ട്രാക്ടർ ഓടി കയറി പോവാ. പിന്നെ നാട്ടുകാരൊക്കെ പോയ വണ്ടി തടഞ്ഞിട്ടാണ് ആളിനെ പിടിച്ചത്. ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായോ? ദൈവമുള്ളവരെ, പുറകുവശത്ത് ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയില്ല. പുറകിൽ നമ്മുടെ പുറകിൽ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ പുറകിലും ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാര് നമുക്ക് കാവലായിട്ടുണ്ട്. കരങ്ങൾ അടിച്ചെന്ന് സ്തോത്രം ചെയ്താട്ട്. നിന്റെ കുഞ്ഞ് സ്കൂളിൽ പോവുക, പക്ഷെ നിന്റെ കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ നിനക്ക് കഴിയും. മോളെ സൂക്ഷിച്ചു പോണം കേട്ടോ, ഒത്തിരി വണ്ടിയൊക്കെ വരുന്നുണ്ട്, നീ സൂക്ഷിച്ചു പോണെന്ന് പറഞ്ഞു വിടാനേ നിനക്ക് പറ്റൂ. പക്ഷെ നിന്റെ കുഞ്ഞിനെ സൂക്ഷിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. കരങ്ങൾ ഉയർത്തിയെന്ന് സ്തോത്രം ചെയ്താട്ട്. അവൻ കുഞ്ഞുനാളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ച് 32-40 വയസ്സാകുന്നത് വരെ, ഇന്ന് വരെ പരിപാലിക്കുന്ന 50-60 വയസ്സാകുന്നത് വരെ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിപാലിച്ച് സൂക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് ആ പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞ് ഇന്ന് ജീവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കരങ്ങൾ അടിച്ചെന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചാണ്. വഴിയാത്രയിൽ എന്തെല്ലാം ഉണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ വഴിയാത്രയിൽ എന്തെല്ലാം ഉണ്ട്? പ്രൈസ് ദി ലോർഡ്. വഴിയാത്രയിൽ കർത്താവ് സംസാരിക്കുകയാണ്. ഈ വഴിയില് ഒരുപാട് അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. നിനക്ക് അപകടമൊന്നും അറിയില്ല. പക്ഷേ നിനക്ക് അപകടമൊന്നും അറിയില്ല. നമുക്കറിയാം, ചില മീനൊക്കെ നമ്മള് പിന്നെ മാർക്കറ്റിൽ നിന്ന് വാങ്ങും. മീൻ വെട്ടുന്ന സഹോദരിമാർക്കറിയാം, ചില മീനൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ വായ്ക്കകത്ത് ചില അത്യാവശ്യമുള്ള നല്ല മീനൊക്കെയാണ്, വായ്ക്കകത്ത് വേറൊരു മീൻ ഇരിപ്പുണ്ട്. ആ മീനെ പിടിച്ച് തിന്നോണ്ടിരുന്ന സമയത്താണ്, വിഴുങ്ങിക്കൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് വല വന്നത്. പുള്ളിയെ പിടിച്ച് എന്ത് ചെയ്ത് വലയ്ക്കകത്ത് കയറ്റി നമ്മുടെ എന്താ പറയുക കറച്ചട്ടിക്കകത്ത് ആയത് എങ്ങനെയാ? പുള്ളി ഒരു ആ മീൻ ചെറിയ മീനെ പിടിച്ചപ്പോൾ ആ വലിയ മീന് മനസ്സിലായില്ല പുറകിലൊരു അപകടം വരുന്നെന്നുള്ളത്. പക്ഷെ വയറ്റിലെത്തുന്നതിന് മുമ്പ് വായ്ക്കകത്ത് കടിച്ചപ്പോൾ തന്നെ ആളെവിടെ എത്തി? വലയ്ക്കകത്ത് എത്തി. പ്രിയമുള്ളവരെ, നമ്മുടെ പിന്നാലെ വരുന്ന അപകടങ്ങളെ നമ്മൾ തിരിച്ചറിയാതിരിക്കുമ്പോൾ വഴിയിലുള്ള നമ്മുടെ നേരെ വരുന്ന അപകടങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മോള് ഒരിക്കലും ഞങ്ങള് വേറൊരു സഭയിലായിരിക്കുന്ന സമയത്ത് ഞങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വീട് വെച്ചു കൊടുക്കുക. അപ്പൊ ഒരു വയലിൽ കൂടെ വേണം ഇങ്ങനെ പോകാൻ. ഇപ്പോഴൊന്നും അല്ല, അന്ന് മോൾക്ക് എത്ര വയസ്സേ ഉള്ളൂ, ഒരു ചെറിയൊരു പ്രായമാണ്, ഒരു 3 വയസ്സ് ഒക്കെ പ്രായമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വീട് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു വയലിൽ കൂടാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ പോകുമ്പോ ഞങ്ങള് വീടിങ്ങനെ ശ്രദ്ധിച്ചോണ്ട് പോവുകയാണ്. എന്തോ പണിയൊക്കെ എന്തോ ആയി, ഏകദേശം വാർപ്പ് വരെ ആയി. ഇനിയിപ്പം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചോണ്ട് പോവുക. അങ്ങനെ ശ്രദ്ധിച്ചോണ്ട് പോകുന്ന സമയത്ത് ഞാൻ താഴോട്ട് നോക്കിയപ്പോ ഉണ്ട്, ഈ മോള് ഞങ്ങളുടെ ഇടയിലാണ് നടക്കുന്നത്. ഞങ്ങളുടെ ഇടയിലാണ്, മുമ്പിലാണ്, കൃത്യം ഓർക്കുന്നില്ല. അപ്പൊ നോക്കിയ സമയത്ത് മോടെ കാലിന്റെ ചുവട്ടിൽ ഒരാളിരുന്ന്
ഇങ്ങനെ പെടയുന്നു. നോക്കിയപ്പോ നല്ല ഒന്നാം തരം ഒരു പാമ്പാണ്. വലിയ പാമ്പൊന്നുമല്ല, ഒരു വളവളപ്പം പോലുള്ള ഒരു പാമ്പാണ്. അപ്പൊ മോള് ചവിട്ടിയത് അതിന്റെ തലയ്ക്കാണ്. എവിടെയാ ചവിട്ടിയേ? തലയ്ക്ക്. വാലുകൊണ്ട് കടിക്കാൻ പല്ലില്ലാത്തത് കൊണ്ട് കാലെ കയറി ചുറ്റി മറുകയാണ്. അവിടെ ഇതൊന്നും അറിഞ്ഞില്ല, അവളങ്ങ് നടന്നുപോയി. പാമ്പ് നല്ല വേദന എടുത്തത് കൊണ്ട് കടിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കരങ്ങളിൽ കെട്ടി സ്തോത്രം ചെയ്താണ്. ചാത്തമറ്റത്ത് വന്നപ്പോഴും ഒരു പാമ്പനെ ഇതുപോലെ കയറി തലയ്ക്ക് ചവിട്ടിയതാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവിടെ എല്ലാം കർത്താവ് സൂക്ഷിച്ചു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വഴിയിലേ നിന്റെ വഴിയാത്രയിൽ പതിയിരിക്കുന്നത് ദൈവത്തിനറിയാം. നിന്റെ വഴിയാത്രയിൽ നിനക്കെതിരായി പതിയിരിക്കുന്ന അനുഭവങ്ങൾ ഇപ്പോൾ ദൈവജനം ഇസ്രായേലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്, വാഗ്ദത്ത ദേശത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരെ ആ വഴിയിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിനറിയാം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, കനാൻ ദേശത്ത് നിന്ന് ഈജിപ്തിലേക്ക് പോയ വഴി കിടപ്പുണ്ട്. യാക്കോബിന്റെ നേതൃത്വത്തിൽ ഈജിപ്തിലേക്ക് പോയതുണ്ട്, അറിയാം. മാത്രമല്ല ക്ഷാമം വന്നപ്പോൾ ചാക്കുകളുമായിട്ട് യോസഫിന്റെ സഹോദരന്മാർ ഈജിപ്തിലേക്ക് മിസ്രൈമിലേക്ക് പോയ വഴി അവിടെ കിടപ്പുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞു, കുഞ്ഞുങ്ങളെ ആ വഴിയെ പോകണ്ട, ഞാൻ നിങ്ങൾക്ക് വേറെ വഴി കാണിച്ചു തരാം. അത് ചെങ്കടലിൽ കൂടെയുള്ള വഴിയാണ്. ദൈവം അതിനെ നടത്തിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തെ കുറിച്ച്, ചെങ്കടലിൽ കൂടെ ദൈവം എന്തിനവനെ നടത്തി എന്നുള്ളത്, പ്രൈസ് ദി ലോർഡ്, മിസ്രയീമിലെ ന്യായവിധിയെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ വഴിയെ പോകുവിൻ. ഈ വഴിയെ നയിച്ചപ്പോൾ ദൈവത്തിനറിയാം അവിടെ ചെങ്കടലുണ്ട്, അപകടം പതിയിരിപ്പുണ്ട്. പക്ഷെ ചെങ്കടലിന് മുമ്പിൽ തന്റെ കുഞ്ഞുങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ദൈവത്തിനറിയാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മിസ്രയീമിൽ നിന്ന് വരുമ്പോൾ അവർക്ക് ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുമെന്ന് ദൈവത്തിനറിയാം. അവർക്ക് വിശക്കുമ്പോൾ ആകാശത്ത് നിന്ന് മന്ന എപ്പോൾ കൊടുക്കണമെന്ന് അറിയുന്ന ദൈവം നമുക്കുണ്ട്. കരങ്ങൾ ധരിച്ചെന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. തലമുറയ്ക്ക് ഇറച്ചിക്ക് വേണ്ടി വിഷമിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾ വിഷമിക്കുമ്പോൾ, എപ്പോൾ അവർക്ക് ഇറച്ചി എത്ര കൊടുക്കണമെന്ന് അറിയാവുന്ന ഒരു ദൈവം നമുക്കുണ്ട്. കരങ്ങൾ അടിച്ചൊന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. മാറായിൽ വരുമ്പോൾ ആ വെള്ളത്തിനും കയ്പാണെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് മാറായിലെ വെള്ളത്തെ മധുരമാക്കാനുള്ള ഒരു വൃക്ഷം അവരും മിസ്രയീമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ, ആ തലമുറ ജനിക്കുന്നതിന് മുമ്പേ, പ്രൈസ് ദി ലോർഡ്, മാറായുടെ കരയിൽ, ആ തടാകത്തിന്റെ കരയിൽ നട്ടൊരു ദൈവം നമുക്കുണ്ട്. കരങ്ങളടിച്ചു സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തീക്കൽ, അവൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ തീക്കൽ പാറയ്ക്കകത്ത് വെള്ളം ദൈവം വെച്ചത് ആ സമയത്തല്ല, ഈ ഭൂമി ഉണ്ടാക്കിയ സമയത്ത് ദൈവ തീക്കൽ പാറയ്ക്കകത്ത് വെള്ളം കരുതി. എന്തിനാ കരുതിയെന്നറിയാമോ? നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ, സഹസ്രാബ്ദങ്ങൾ കഴിയുമ്പോൾ തന്റെ കുഞ്ഞുങ്ങൾ മിസ്രയീമിൽ നിന്ന് മരുഭൂമി വഴി വരുമ്പോൾ അവർക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കേണ്ടതിന് ഈ ഭൂമിക്ക് ദൈവം അടിസ്ഥാനമിട്ടപ്പോൾ തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തീക്കൽ പാറയിൽ വെള്ളം കരുതിയ നിന്റെ ദൈവമാണ് നിന്നെ ആ വഴിയിലൂടെ നടത്തിയതെങ്കിൽ, നിന്റെ തലമുറ ഈ ഭാവി വഴിക്ക് വേണ്ടി കരുതുന്ന, നിന്റെ തലമുറയ്ക്ക് നന്മയ്ക്ക് വേണ്ടി കരുതുന്ന, നീ ജനിക്കുന്നതിന് മുമ്പേ കരുതിയ, നിനക്ക് തലമുറ ഉണ്ടാക്കുന്നതിന് മുമ്പേ കരുതിയ ഒരു ദൈവം നിനക്കുണ്ടെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കി കരങ്ങൾ അടിച്ച് ദൈവത്തെ ആത്മാവിൽ ഒന്ന് സ്തുതിച്ചാട്ടെ. സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ കുഞ്ഞിന്റെ ഹൃദയം നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നിറയട്ടെ. നന്ദിയാൽ ഹൃദയവും നിറയട്ടെ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഹൃദയം നന്ദിയാൽ ഒന്ന് കവിഞ്ഞൊഴുകണം. നമുക്ക് ആരാധിക്കാൻ വരുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഉള്ളിനകത്ത് നന്ദി അവൻ കവിഞ്ഞൊഴുകുന്നില്ലെന്ന് അതിനർത്ഥം. നിങ്ങൾ ഒരു പാത്രം എടുത്ത്, ഒരു ബക്കറ്റ് എടുത്ത്, ഒരു പൈപ്പിന്റെ ചോട്ടിൽ കൊണ്ടുവച്ച് അത് നിങ്ങളൊന്ന് തുറന്നാൽ, പ്രൈസ് ദി ലോർഡ്, ആ ബക്കറ്റിനകത്ത് വെള്ളം നിറഞ്ഞാൽ, കവിഞ്ഞാൽ, ആ വെള്ളം പിന്നെ എവിടേക്ക് വരും? എവിടേക്ക് വരും? എവിടേക്ക് വരും? അത് പുറത്തേക്ക് വരും. പുറത്തേക്ക് തുളുമ്പും.
ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോ, നമ്മൾ സ്തോത്രം പറയുമ്പോ അകത്ത് തുളിമ്പിയെങ്കിലേ ഈ സ്തോത്രം പുറത്തേക്ക് വരത്തുള്ളൂ. അകത്തുനിന്ന് പുറത്തേക്ക് നിറഞ്ഞാലേ ഈ സ്തോത്രം വെളിയിൽ വരത്തുള്ളെന്ന്. അകത്ത് നന്ദി ഉണ്ടെങ്കിൽ ഒരു മൂലക്കകത്ത് ഒതുങ്ങാൻ അല്പം ഉള്ളെങ്കിൽ അത് തുളുമ്പുക പോലുമില്ല. അകത്ത് വെള്ളമുണ്ടെന്ന് പോലും ആരും അറിയില്ല. പക്ഷെ നന്ദി നിറഞ്ഞ ഹൃദയം നിനക്കുണ്ടെങ്കിൽ നന്ദിയാൽ ഇന്ന് രാത്രി നിന്റെ ഹൃദയം തുളുമ്പട്ടെ, നിന്റെ പാനപാത്രം നിറഞ്ഞ് കവിഞ്ഞൊഴുകട്ടെ. നന്മയും കരുണ നിന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നെ പിന്തുടരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ദൂത് പറയുമ്പോൾ നിന്റെ പാനപാത്രം രാത്രി നിറഞ്ഞ് കവിയണം. ദൈവത്തിന്റെ സന്നിധിയിൽ നിനക്കാമി നിറഞ്ഞ് കവിയണം. ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്ന നിന്റെ ദൈവത്തിന് മുമ്പിൽ നിന്റെ പാനപാത്രം നിറഞ്ഞ് കവിയണം. വെള്ളം കുടിക്കാനായി പോകുന്ന സമയത്ത്, ആടുകൾ വെള്ളം കുടിക്കാൻ പോകുന്ന സമയത്ത് ആമേ ചെന്നായ്ക്കലുള്ള സ്ഥലത്തുകൂടെയാ കുഞ്ഞെ നീ വെള്ളം കുടിക്കാൻ ഇവിടെ വന്നത്. ആമേ നിന്നെ പിടിക്കാൻ ചെന്നായ്ക്കൽ കാത്തിരിക്കുകയായിരുന്നു, നിന്നെ പിടിക്കാൻ കടുവ കാത്തിരിക്കുകയായിരുന്നു, നിന്നെ പിടിക്കാൻ പുലി കാത്തിരിക്കുകയായിരുന്നു, നിന്നെ പിടിക്കാൻ സിംഹം കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ആമേൻ പച്ചയായ പുൽപ്പുറങ്ങളിലൂടെ നിന്നെ നടത്തി അവിടെ നിന്നെ സ്വസ്ഥതയെ കിടത്തി. ആമേൻ ഈ നദിയുടെ കരയിൽ ദൈവം നിന്നെ കൊണ്ടുവന്നെങ്കിൽ ഇന്നിന്റെ പാനപാത്രം നിറഞ്ഞ കവിയത്തക്കവണ്ണം അനുഗ്രഹങ്ങൾ നിന്റെ മേൽ ആമേൻ ദൈവം ചൊരിഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം നീ തനിയെ വന്നതല്ല. സിംഹത്തിൽ നിന്നും പുലിയിൽ നിന്നും കാട്ടുമൃഗങ്ങളിൽ നിന്നും ആമേൻ ചെന്നായ്ക്കളിൽ നിന്ന് രക്ഷിച്ച് ഇനി ഇവിടം വരെ നിർത്തിയ നിന്റെ ദൈവം ഉണ്ടല്ലോ, ആ ദൈവം നിന്റെ ഇടയനാണ്. കരങ്ങൾ അടിച്ചൊന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ അങ്ങനെ ഹൃദയത്തോടെ രാത്രി നീ ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിന്റെ ദൂതൻ നിനക്ക് മുമ്പായിട്ട് പോകുന്നു. ആമേൻ സ്തോത്രം. നമ്മള് ഇതാ വഴിയിൽ ഇത് നടക്കുന്ന കാര്യം കേട്ടോ. ഇതാ എന്നുള്ള വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഭാവി കാക്കുമെന്നല്ല പറഞ്ഞത്. എങ്ങനെയാ പറഞ്ഞേക്കുന്നത്? ഇതാ ഇതാ ഒരു വണ്ടി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പം ഇവിടുത്തെ കേരള മുഖ്യമന്ത്രി ഇങ്ങോട്ട് പോയി. നമ്മൾ പറയും മുഖ്യമന്ത്രി പോകുന്നു. അതിനർത്ഥം എന്താ? ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പോയിട്ട് നമ്മൾ പറയോ ഇതാ മുഖ്യമന്ത്രി പോയെന്ന്? പറയത്തില്ല. അങ്ങനെ പറയാണ് വേറെ എന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് അർത്ഥം. ഇതാ മുഖ്യമന്ത്രി പോകുന്നു പറഞ്ഞാൽ ഇപ്പൊ നടക്കുന്ന കാര്യം, ഇപ്പോൾ നീ ആയിരിക്കുന്ന സ്ഥിതിയും ആ ദേശത്ത് എങ്ങനെ ചെല്ലുമെന്ന് നീ വിചാരിച്ച് ഭാരപ്പെട്ട സാഹചര്യത്തിൽ ആമേൻ അവിടെയുള്ള അനാക്യ മല്ലന്മാരും അമൂര്യരും യബൂസ്യരും ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ നീ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ നീ പ്രയാസപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതാ നീ ദൂതനെ ആത്മാവിൽ കാണണം. പ്രൈസ് ദി ലോർഡ്. നീ വിശ്വാസത്തെ നീ കാണണം. ആ ദൂതനെ എങ്ങനെയാ നിന്നെ കാക്കേണ്ടതിന് ആമേൻ ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിനക്ക് വേണ്ടി ഒരു സ്ഥലം ഞാൻ നിയമിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിന്റെ ഈ ദൂതന്റെ ആമേൻ ചില ദൗത്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, വഴിയിൽ നിന്നെ കാക്കുവാൻ. ഈ ദൂതന് 2 ലക്ഷ്യമുണ്ട്. ഒന്നാമത്തെ ലക്ഷ്യം നിന്നെ വഴിയിൽ എന്ത് ചെയ്യണം? കാക്കണം. രണ്ടാമത്തേതായ ലക്ഷ്യം ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകണം. ഇതാണ് പ്രൈസ് ദി ലോർഡ് ദൈവം ആമേൻ നിയമിച്ചിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ദൂതനെ ദൈവം ആക്കി വെച്ചിരിക്കുന്നതായ കാര്യം. പ്രൈസ് ദി ലോർഡ്. ഇനി എന്തെല്ലാം ഈ വഴിയിൽ ദൈവം സൂക്ഷിക്കണം? ഈ ദൂതന്റെ ചുമതല എന്തെല്ലാം കാര്യത്തിൽ സൂക്ഷിക്കണം? ഒന്ന്, ഇവിടെ വസ്തുവകകളെ സൂക്ഷിക്കണം. ആമേൻ. മിസ്രയീമിൽ നിന്ന് 4 തലമുറകൾ അധ്വാനമായിട്ടാണ് വരുന്നത്. എവിടേക്കാ വരുന്നേ? ഞാൻ ഈ ചാരിറ്റിയൊക്കെ ചെയ്യുന്ന സമയത്ത് നേരത്തെ ഫോൺ നമ്പർ കൊടുക്കില്ലായിരുന്നു.
ഇപ്പൊ ഫോൺ നമ്പറുകൾ അവിടെ കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ പേടിയാണ് അവിടെ ഫോൺ നമ്പർ കൊടുക്കാൻ. അക്കൗണ്ട് നമ്പറുണ്ട്, ഗൂഗിൾ പേ നമ്പറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരാൾക്ക് പൈസ അടിച്ചുകൊണ്ട് പോകാൻ ഒറ്റ OTP മതി. എത്ര കോടിക്കണക്കിന് രൂപയാണെന്നറിയാമോ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ഈ ആളുകൾ പുറത്തുള്ള ഡോക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന്, ഡോക്ടറെ കയ്യിൽ നിന്ന് 1 കോടി രൂപയാണ് പോയത്. ഒറ്റ OTP നമ്പർ മതി നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന പൈസകൾ മുഴുവൻ അടിച്ചോണ്ട് പോകാൻ. KCBയുടെ പേരിലൊക്കെ 10 രൂപ കുറവുണ്ട്, അതുകൊണ്ട് 10 രൂപ ഉടനെ അയക്കണം, ഇല്ലെങ്കിൽ ഇന്ന് ഫീസ് പിന്നെ കട്ട് ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർമാർ പോലും ചിന്തിക്കാതെ എന്ത് ചെയ്യുക, ആ വലയ്ക്കകത്ത് വീഴുക. ബാങ്കിൽ കിടക്കുന്ന പൈസ പോകുമ്പോഴേ അറിയത്തുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫോൺ നമ്പറുകൾ വെക്കാൻ ഭയങ്കര പേടിയാണ്. അപ്പൊ ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങളുടെ ബാങ്കിന്റെ വിവരങ്ങളോ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടെന്നോ നിങ്ങൾ ആര് ചോദിച്ചാലും, പരിചയമില്ലാത്ത ആര് ചോദിച്ചാലും പറയരുത് എന്ന് ഞാൻ പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാന് പറഞ്ഞു വന്നതിന്റെ ഒരു കാരണമാണ്, ആമേൻ, വളരെ നമ്മൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. അപ്പോൾ ഒന്ന്, ഇതിന്റെ ബാങ്കിൽ കിടക്കുന്നതായി പൈസ പോലും മാറ്റാൻ, കാരണം ഞാൻ പറഞ്ഞത് എത്രയോ നാളത്തെ അധ്വാനമാണ് ഒരാളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എന്ന് പറയുന്നത്. അത് മാറ്റാൻ നമ്മുടെ മൊബൈലിൽ വരുന്ന ഒരു OTP നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി. അക്കൗണ്ട് നമ്പറുകളെല്ലാം പൈസ എല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ നിമിഷ നേരം കൊണ്ടത് പോകും. പക്ഷേ കർത്താവ് പറഞ്ഞു, എന്തിന് കാക്കണം? മിസ്രൈമിലെ 4 തലമുറകൾ അധ്വാനിച്ചതാ. എവിടെ അധ്വാനിച്ചേ? എവിടെ അധ്വാനിച്ചേ? പാടത്ത് അധ്വാനിച്ചതാ. വൈക്കോല് ഉണ്ടാക്കണം, ഇഷ്ടിക ഉണ്ടാക്കണം, വെള്ളം കൊണ്ടുവരണം. വെള്ളം പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്, നദിയിൽ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. അതിനെല്ലാ സാധനങ്ങളും ഉണ്ടാക്കി കഠിനമായിട്ട് അധ്വാനിച്ച് ഊഴവിചാരകന്മാരുടെ കയ്യിൽ നിന്ന് ചമ്മട്ടി കൊണ്ട് അടിയും കിട്ടി കണ്ണുനീരും പൊഴിച്ച് നിലവിളിച്ച് മുട്ടിലെറിഞ്ഞുണ്ടാക്കിയ പൈസയാ. ഇതവര് കൊടുക്കുവോ? കൊടുക്കത്തില്ല. ആരാ? ഈ ശമ്പളം കൊടുക്കത്തില്ല, ശമ്പളമില്ല ജോലി ചെയ്ത. പക്ഷേ മോശയ്ക്ക് സ്വന്തം അമ്മയുടെ പാല് കൊടുക്കുന്നതിന് ശമ്പളം വാങ്ങിച്ചു കൊടുത്ത ദൈവമാണ് ദൈവം. ഇസ്രായേലിലെ കൊട്ടാരത്തില് സ്വന്തം മകന് പാല് കൊടുക്കുന്നതിന് അമ്മയ്ക്ക് ശമ്പളം വാങ്ങിച്ചു കൊടുത്ത ദൈവം. ദൈവജനത്തെ മിസ്രൈമിൽ നിന്ന് വെറുതെ വിടുവോ? ഈ കഷ്ടപ്പെട്ടത് വെറുതെ വിടുവോ? ഒരു പ്രതിഫലമില്ലാതെ വിടുവോ? ഇല്ല. ദൈവത്തിന്റെ വൈദ്യുതി, നീ കർത്താവിന് വേണ്ടി എന്തെങ്കിലും അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി നിനക്ക് പ്രതിഫലം ഉണ്ട് എന്നുള്ള കാര്യം നീ മറക്കരുത്. ഞാൻ പലപ്പോഴും ഒന്നുകൂടെ പറയാം, നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ദാരിദ്ര്യം മാറില്ല. നമുക്ക് ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം ഇത്ര ലക്ഷം രൂപയ്ക്ക് മേളിൽ ഇൻകം വന്നാൽ ചിലപ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. സ്ഥിരമായിട്ട് അങ്ങനെ വരികയാണെങ്കിൽ അത് ഗവൺമെന്റ് ഞാനൊരു ടാക്സിന് അളവ് വെച്ചിട്ടുണ്ട്. ഇതുപോലെയാ ദൈവം നിനക്ക് തരുന്നതിനകത്തുനിന്ന് ഒരു ഓഹരി ആർക്കുള്ളതാണ്? ദൈവത്തിനുള്ളതാണ്. ആ ഓഹരി നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കഷ്ടത ഒരിക്കലും മാറില്ല, നമ്മുടെ ദാരിദ്ര്യം ഒരിക്കലും മാറില്ല. ആ ഓഹരി കർത്താവിനുള്ളതാ. അത് ഇസ്രായേൽ മക്കൾക്ക് ദൈവം നൽകിയ ഒരു പ്രമാണമാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ഓഹരി ദൈവത്തിന്റെ ഒരു പ്രമാണമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, ഇവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വന്നതാണ്. അവര് ഈ സമ്പാദ്യങ്ങളുമായിട്ട് വരുമ്പോൾ ഈ ദൈവം അതെല്ലാം അവർക്ക് വാങ്ങിച്ചു കൊടുത്തു. എവിടുന്നാ? മിസ്രൈമിൽ അധ്വാനിച്ച് ലഭിച്ച അവർക്ക് ലഭിച്ചതിന്റെ ശമ്പളം ഒന്നിച്ച് വെള്ളിയായിട്ടും പൊന്നായിട്ടും വസ്ത്രങ്ങളുമായിട്ടും. മിസ്രൈമിൽ വെച്ച ഒരു നല്ല വസ്ത്രമില്ലായിരുന്നു. എവിടെയാ? ചെളി പറ്റിയ അഴുക്ക് വരുന്ന വസ്ത്രത്തിന് പകരം മിസ്രൈമിലെ പട്ട് വസ്ത്രങ്ങളായി ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഈ വസ്ത്രങ്ങളായിട്ട് എങ്ങോട്ട് പോവാ? എവിടേക്ക് പോവാ? ദൈവം നിയമിച്ച സ്ഥലത്തേക്ക് പോവുക. ഇത് വഴിയിൽ വെച്ച് കൊള്ളയടിക്കാൻ ശത്രുവുണ്ട്, കൊള്ളക്കാരുണ്ട്, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് കൊള്ള സംഘങ്ങളുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു വരും. പക്ഷെ ഇതിനെ കാത്തു സൂക്ഷിക്കാൻ
പ്രൈസ് ദി ലോർഡ്. ഇതിനെ കാത്തു സൂക്ഷിക്കാൻ ദൈവം ഒരു ദൂതനെ വെച്ചിരിക്കും. അപ്പൊ വഴിയിൽ നിന്നെ കാക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം പ്രൈസ് ദി ലോർഡ്, വസ്തുവകകളിൽ ആമേൻ കർത്താവ് കാത്തു സൂക്ഷിക്കുക. ദൈവത്തിന്റെ വൈദ്യലെ നമ്മുടെ വസ്തുക്കളെ ദൈവം സംരക്ഷിച്ചല്ലാതെ ആമേൻ ഈ വസ്തുക്കളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുകയില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. നമ്മുടെ തലമുറ നമ്മുടെ സമ്പത്താണ്. നമ്മുടെ തലമുറകൾ നമ്മുടെ സമ്പത്താണ്. ഈ തലമുറകളെ കാത്തു സൂക്ഷിക്കുവാൻ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന് കരുതലുണ്ട്. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യുന്നതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിന്റെ ആരോഗ്യം നിന്റെ സമ്പത്താണ് കേട്ടോ. ആരോഗ്യം, നിന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്താൻ പിശാച് നിന്റെ ശരീരത്തെ ചിലപ്പോൾ പീഡിപ്പിക്കേണ്ടതിന് ചില പദ്ധതികൾ ഒരുക്കുമ്പോൾ നിനക്ക് രോഗമെന്ന് നിന്നെ എഴുന്നേൽപ്പിച്ച് നടത്തില്ലെന്നാ പിശാച് പറയുന്നത്. നിന്നെ എന്നും കിടക്കയിൽ കിടത്താൻ പോകും, നീ നിരാശപ്പെട്ട് ആ കിടക്കയിൽ കിടന്ന് മരിക്കുമെന്ന് പിശാച് പറയുമ്പോൾ നിന്റെ ആരോഗ്യത്തെ യവനെ കഴുകനെ പോലെ പുതുക്കി തന്ന്, നിന്റെ യവനത്തെ കഴുകനെ പോലെ പുതുക്കി തന്ന് നിന്നെ ഇന്ന് പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്ന ദൈവത്തിന് കരങ്ങൾ അടിച്ചൊന്ന് സ്തോത്രം ചെയ്താൽ നിനക്ക് പ്രായത്തിന്റെ ക്ഷീണമുണ്ട്. അത് പ്രായമാകുമ്പോൾ ഉണ്ട്. ഈ കാലാവസ്ഥകൾ മാറുമ്പോൾ ക്ഷീണമുണ്ട്. ആമേൻ. രോഗങ്ങൾ വരും. പക്ഷെ നിന്നെ കിടക്കയിൽ കിടത്തുവന്ന പിശാച് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നെ നിരാശയിൽ വിശ്വാസം നഷ്ടപ്പെട്ട് കിടക്കയിൽ കിടന്ന് നീ ആമേൻ ലോകം വിട്ടു പോകുമെന്ന പിശാച് പറയുന്നത്. നിന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് കിടക്കയിൽ കിടത്താതെ നിന്നെ ഇവിടെ കൊണ്ടുവന്ന കൃപയ്ക്കായി നമുക്ക് സ്തോത്രം. കരങ്ങൾ ഉയർത്തിയെന്ന് സ്തോത്രം ചെയ്താൽ ഞാനിപ്പോൾ വരുന്നതായ സമയത്ത് ആമേൻ ഷിലിയാൻഡോട് ചോദിച്ചു എത്ര ഉണ്ട് ക്രിയാറ്റിൻ, കുറഞ്ഞോ? കുറഞ്ഞപ്പോൾ 3.4. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ട്. കരങ്ങൾ ഉയർത്തിയെന്ന് സ്തോത്രം ചെയ്താൽ കാലിൽ നീരുണ്ട്, സുഖമില്ല, തണുപ്പടിക്കുമെന്ന് പറഞ്ഞ് വീട്ടിനകത്തിരിക്കാം. ആമേൻ. രാധാമണി ആന്റിയൊക്കെ ആ കുഴിക്കകത്തുനിന്ന് രാത്രിയിൽ ഇറങ്ങി വരുന്നതും പോകുന്നതും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടിയാണ്. എന്നാലും വന്നിട്ടുണ്ട്. പൗലോസായൻ ആ വഴിക്കൂടെ നടക്കാൻ വയ്യാതെ ആമീൻ ഏന്തി പോകുന്നത് പ്രൈസ് ദി ലോർഡ് എത്രയോ രാത്രികളിൽ പ്രൈസ് ദി ലോർഡ് ഇന്നും വന്നിട്ടുണ്ട്. ഈ യാത്രകളെല്ലാം ദൈവം സംരക്ഷിക്കുന്നുണ്ട്. കാരണം ഒരു സുഖമില്ലെന്ന് പറഞ്ഞ് വീട്ടിനകത്ത് ഒതുങ്ങിയിരിക്കുകയല്ല. പ്രൈസ് ദി ലോർഡ് ആരോഗ്യത്തോടെ ഉള്ള ആരോഗ്യത്തോടെ അത് ഇന്നത്തെ കൂട്ടായ്മയ്ക്ക് വേണ്ടി വരാൻ ദൈവം കൃപ നൽകി. വാത്സല്യ പിതാവ് ആമീൻ വളരെ പ്രായമുള്ളതായിരിക്കുന്ന അപ്പച്ചനാ, ഒറ്റയ്ക്കേ ഉള്ളൂ. എന്നാൽ ഇന്ന് പ്രൈസ് ദി ലോർഡ് നമ്മളോട് കൂടെ ആമേൻ നേരത്തെ ഒരുങ്ങി റെഡിയായി ഹല്ലേലൂയ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. എന്നാൽ ആരോഗ്യമുള്ള എത്രയോ ചെറുപ്പക്കാർ ഇന്ന് വീട്ടിനകത്ത് ആമേൻ ഇത് ഇവിടെ വന്നിട്ടില്ല. ആരോഗ്യമുള്ള എത്രയോ പേര് ഇവിടെ വന്നിട്ടില്ല. വാഹനമുള്ള എത്രയോ പേര് ഇവിടെ വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളിത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആരോഗ്യമുള്ള തണുപ്പടിച്ചാൽ പ്രശ്നമില്ലാത്ത പ്രൈസ് ദി ലോർഡ് എത്രയോ പേര് ഇന്ന് രാത്രിയിൽ കറങ്ങി നടക്കുന്നുണ്ട്. ആമേൻ. ഇന്നും കടയിലിരിക്കുക. വളരെ ഇപ്പൊ സമയം 8-7 ഇപ്പോഴും വീട്ടിൽ ചെല്ലാത്ത ആളുകൾ ആമേൻ ഉണ്ട്. ആമേൻ. പക്ഷേ ഇന്നിവിടെ ആമേൻ പ്രാർത്ഥനയുണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ച് ഒന്നുകൂടെ യേശുവിന്റെ വീട്ടിലാണെന്ന് ഓർമ്മിപ്പിച്ച് നമ്മൾ ഇന്നും ഗ്രൂപ്പില് രാവിലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നും വരാത്ത ആളുകളുണ്ട്. ഞാൻ പറഞ്ഞു വന്നൊരു അർത്ഥം പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് ആരോഗ്യം തന്നപ്പോൾ അത് സംരക്ഷിച്ച് ഇതുവരെ നിലനിർത്തിയ കൃപയ്ക്കായിട്ട് കരങ്ങൾ അടിച്ചൊന്ന് സ്തോത്രം ചെയ്താൽ നിന്റെ ആരോഗ്യത്തെ സൂക്ഷിക്കുന്ന, നിന്റെ സമ്പത്തിനെ സൂക്ഷിക്കുന്ന, നിന്റെ തലമുറകളെ സൂക്ഷിക്കുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. വഴിയിൽ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര. അപ്പൊ നമ്മള് 2 കാര്യങ്ങളാണ് ദൂതന് ദൈവം നൽകിയിരിക്കുന്ന ദൗത്യം. ഒന്ന്, വഴിയിൽ അവരെ കാക്കണം. രണ്ടാമത്, നിയമിച്ചാക്കിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. പ്രിയമുള്ളവരെ, ഞാൻ ഒരു വസ്തുത നിങ്ങളോട് പറയാം. ഈ വസ്തുത ഞാൻ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഇന്ന് കടന്നു വന്ന അനേക സാഹചര്യങ്ങളും ഈ സാഹചര്യങ്ങളിൽ ഈ കഷ്ടകാലത്തിന്റെ ചില പ്രയാസങ്ങൾ നിന്റെ ജീവിതത്തിൽ വരും. നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വരുമ്പോൾ, ഒരു ഭാഗത്തൊന്ന് കാര്യങ്ങൾ റെഡിയായി വരുമ്പോൾ മറുഭാഗത്ത് വേറൊരു പ്രശ്നം വന്ന് നിന്നെ മാനസികമായി തളർത്തുന്ന ചില അനുഭവങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ നീ വിചാരിക്കും, കർത്താവേ ഇവിടെ വെച്ച് തകർന്നു പോകുമെന്ന്. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം. ആമേൻ. ഒന്ന് വായിച്ചാട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും ചെയ്താൽ അല്ല നിങ്ങളുടെ അല്ല ഞാൻ നിന്നെ കൊണ്ടുപോകേണ്ടതിന് ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. ഇനി അടുത്ത ഭാഗത്ത് വരുമ്പോൾ നമുക്ക് അതുകൂടെ പറഞ്ഞ് ആ ഭാഗം നമുക്ക്
പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകാം. നീ അവനെ ശ്രദ്ധിച്ച് അവന്റെ വാക്ക് കേൾക്കണം. അപ്പൊ ആ ദൂതൻ നിന്നെ കൊണ്ടുപോവുക. എവിടേക്കാ കൊണ്ടുപോകുന്നത്? നിയമിച്ചാക്കിയ ദേശത്തേക്ക് കൊണ്ടുപോവുക. പക്ഷെ നീ അവന്റെ വാക്ക് കേൾക്കണം. നീ അവനോട് വിഘടിക്കരുത്. വിഘടിക്കരുത് എന്നുള്ള മലയാളത്തിന്റെ അർത്ഥം ഞാൻ നോക്കിയപ്പോ ആർക്കെങ്കിലും പറയാമോ വീടിക്കുക എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്ന്? മത്സരിക്കരുത്. അത് ശരിയാണ്. അതായത് ഒന്നുകൂടെ പറയാമോ? തർക്കിക്കരുത്. അത് ശരിയാണ്. ആർക്ക് വേറെ അർത്ഥം പറയാമോ എന്താണെന്ന്? ഞാൻ നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കുന്നത് എന്താ അറിയാം. അപ്പൊ നിങ്ങൾ എന്റെ ഒപ്പം വരാൻ വേണ്ടിയായി ചോദിക്കുന്നു. എതിർക്കരുത്. അതാരാ പറഞ്ഞേ? ആരാധമണി എന്റെ പറഞ്ഞത്. അതൊരു അത് ഇതാണ് എന്ന് പറഞ്ഞാൽ നീ അവനോട് വഴക്കുണ്ടാക്കരുത്. നീ അവനോട് വഴക്കുണ്ടാക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഈ ദൂതന്റെ ദൗത്യം എന്താ? നിന്നെ സഹായിക്കാൻ വന്ന ദൂതന. നിന്നെ സഹായിക്കാനാ വന്നത്. ദൈവം അയച്ചിട്ട് വന്നതാ. ആ ദൂതൻ പലപ്പോഴും കൊണ്ടുപോകുന്ന വഴി നിനക്ക് ഇഷ്ടമില്ലാത്ത വഴി കൂടെ. മാറായിലെ കയ്പ് വെള്ളം കുടിക്കാൻ നിനക്ക് ഇഷ്ടമാണോ? ആണോ? നീ പറയും കയ്പാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അതുകൊണ്ട് അവിടെ വെച്ച് പുറപ്പെടുത്തും. മാറായിലെ കയ്പ് വെള്ളം കുടിക്കാൻ ഇഷ്ടമല്ല. പക്ഷേ കർത്താവ് എവിടെ കൊണ്ടുവന്നു? മാറായിൽ കൊണ്ടുവന്നു. ഓ പ്രൈസ് ദി ലോർഡ്. ഈ വെള്ളം കയ്പാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഇത് കയ്പ് വെള്ളമാണ്, ഇത് കുടിക്കരുത്. ആമേൻ. അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഒരു മുന്നറിയിപ്പ് പോലും ഇല്ല. എനിക്ക് ഇത്രയൊക്കെ അറിയാവുന്ന ദൈവം എന്തുകൊണ്ടാണ് പറഞ്ഞത് കയ്പാണെന്ന്? എന്താ പറയാനത്? ഇത്രയൊക്കെ അറിയത്തില്ല ദൈവത്തിന്? കൊണ്ടുവരുന്ന കാര്യമൊക്കെ അറിയത്തില്ലേ? കുടിച്ചു നോക്കിയപ്പോഴാണ് പിള്ളേർ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആദ്യം ഈ മരുഭൂമിയിലൂടെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടി ദാഹിച്ചു വരുമ്പോ അമ്മമാര് ആദ്യം ചെയ്യുന്ന എന്തായിരിക്കും? അവര് കോരി കുടിക്കുകയാണോ കൊച്ചിന് കൊടുക്കുകയാണ്? നിങ്ങൾ കടയിൽ പോയി നാരങ്ങ വെള്ളം വാങ്ങിച്ച് ദാഹിച്ച് കൊച്ചിന് നിങ്ങളിവിടെ പോകുമ്പോൾ ഒരു നാരങ്ങ വെള്ളം വാങ്ങിച്ച് ചെറിയ കൊച്ച നിങ്ങൾ കുടിക്കുവോ അതോ ആദ്യം കൊച്ചിന് കൊടുക്കുവോ? കൊച്ചിന് കൊടുക്കത്തില്ല. നിങ്ങളാ കുടിക്കുന്നതെങ്കിൽ അത് എന്താന്ന് പറയുന്നില്ല. നിങ്ങൾക്കറിയാം. ആ കൊച്ചിനോട് എന്തില്ല? സ്നേഹമില്ല. അവനവന്റെ കാര്യമുള്ളൂ കാര്യം. പ്രൈസ് ദി ലോർഡ്. അവനവന്റെ. അപ്പൊ ആദ്യം മാറായിലെ വെള്ളം അവൻ കണ്ട് കോരി ആർക്കും എടുത്തു? കൊച്ചിന് കൊടുത്തപ്പോ കൊച്ച് അയ്യേന്ന് പറഞ്ഞ് തുപ്പിയപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത് ഇതിനെന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ആ ഒരു ഗ്ലാസ് വെള്ളം അതിന് മുക്കി കുടിച്ചപ്പോ മനസ്സിലായി ഇത് കയ്പ് വെള്ളമാണ്. അപ്പൊ ഒരു ഭാഗത്തിരുന്നുകൊണ്ട് കരയിൽ നിന്ന് ആളുകൾ മുഴുവൻ ശ്രദ്ധിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇത് കുടിച്ചു നോക്കുന്നതിന് മുമ്പ് ദൈവം മോശയോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? കുഞ്ഞേ ഇത് കയ്പ് വെള്ളമാണ് കേട്ടോ, ആമേൻ, ഇത് കുടിക്കണ്ടെന്ന് പറഞ്ഞില്ല. എന്നാ ദൈവം എവിടെ എത്തുന്നതിന് മുമ്പ് ദൈവം എന്തുകൊണ്ട് ഇതിനെ കയ്പ് മാറ്റി മധുരമാക്കിയില്ല? പ്രിയമുള്ള കുഞ്ഞേ, നിന്റെ ജീവിതത്തിലെ ചില കഷ്ടതയുടെ അനുഭവത്തിലൂടെ പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകുമ്പോൾ നീ കടന്നു പോകുന്ന സാഹചര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവിന് അറിയാം. ചില കഷ്ടതകളെ നീ അത് അനുഭവിച്ചറിഞ്ഞ് ആ തീച്ചൂളയിലൂടെ നീ പോയി നല്ലൊരു ആത്മീയ അനുഭവം പ്രാപിക്കേണ്ടതിന് ചില കഷ്ടതയുടെ അനുഭവത്തിലൂടെ പരിശുദ്ധാത്മാവ് നിന്നെ നടത്തും. ചില രോഗത്തിന്റെ അനുഭവത്തിലൂടെ പരിശുദ്ധാത്മാവ് നിന്നെ നടത്തും. നിന്റെ അകത്തുള്ള വിശുദ്ധ ജീവിതത്തെ, അകത്തെ ക്രമീകരിച്ചതായ ആത്മീയ മനുഷ്യനെ പുറത്തു കൊണ്ടുവരേണ്ടതിന് നിന്റെ അകത്തെ ആത്മീയ മനുഷ്യനെ പുറത്തു കൊണ്ടുപോകേണ്ടത് നിന്റെ കഷ്ടതയുടെ ചില അനുഭവങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നടത്തും. നീ വഴിയിലൂടെ പോകുമ്പോൾ അനേക കല്ലുകൾ അവിടെ കാണും, അനേക പാറക്കല്ലുകൾ അവിടെ കാണും. നീ കാണുമ്പോൾ പരിവരുത്തതായ ഒരു പാറക്കല്ല. പക്ഷെ ആ പാറക്കല്ല് മാത്രമേ നീ കാണുന്നുള്ളൂ. നീ ചോദിക്കും, ഈ പാറക്കല്ല് ഇവിടെ ഇരുന്നാൽ അഭംഗിയല്ലേ, ഇതെടുത്ത് മാറ്റിക്കൂടായിരുന്നു? ഈ കല്ലെന്തിനാ ഇവിടെ വെച്ചേക്കുന്നത്? ഒരു വണ്ടിക്ക് ശരിക്കും സൈഡ് പോലും കൊടുക്കാൻ പറ്റാത്ത നിലയിൽ, അല്ലെങ്കിൽ അസൗകര്യമായി. നമുക്കറിയാം, ഇടുക്കിയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മള് ഈ ചുരം നേര്യമംഗലമൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ആ സൈഡിൽ ഒരു വലിയ പാറയുണ്ട്, അതിന് മുകളിൽ ഒരു മരമുണ്ട്, ആ മരത്തിന് വെളിപ്പണ്ടാരും തൂങ്ങി മരിച്ചെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ പാറയൊക്കെ അവിടെ ഉണ്ട്. അത് ഞാൻ അവിടെ കാണുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇതെന്റെ ഓർമ്മ വരും. ഈ പാറയുടെ മുകളിൽ ഒരാൾ തൂങ്ങി മരിച്ചതാണെന്നൊരു ഓർമ്മ എന്റെ മനസ്സിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ്.
പക്ഷേ ഞാൻ പറഞ്ഞു വന്നതിന് അർത്ഥം, അപ്പം ഈ പാറയുടെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ, ഈ ചുരം കയറി വരുന്നിടത്ത് ഇതെന്താ മാറ്റാത്തത്? ഇതൊക്കെ നമ്മുടെ ചിന്തയാ. ആമേൻ. പക്ഷേ അതൊക്കെ നമുക്ക് ഒരു അസൗകര്യമാണ്. പക്ഷേ ആമേൻ, നല്ലൊരു കലാകാരൻ ആ പാറയുടെ ചുവട്ടിലേക്ക് വരുമ്പോ അവന് ആ പാറയിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ എല്ലാം നീക്കം ചെയ്യും. ആവശ്യമില്ലാത്ത എന്ത് ഭാഗമാ? അവന്റെ ഹൃദയത്തിലുള്ളൊരു പ്ലാൻ ഉണ്ട്. ആരുടെ അകത്ത്? കലാകാരന്റെ അകത്തൊരു പ്ലാൻ ഉണ്ട്. അതൊരു ദൂതന്റെ രൂപമായിരിക്കാം, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ രൂപമായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ രൂപമായിരിക്കാം, ഇല്ലെങ്കിൽ വെള്ളം ചുമക്കുന്നതായിരിക്കുന്ന ഒരു സ്ത്രീയുടെ രൂപമായിരിക്കാം, ഇല്ലെങ്കിൽ കലപ്പ് ഒഴുകുന്ന ഒരു കർഷകന്റെ രൂപമായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു പ്രാവിന്റെ രൂപമായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു കഴുകന്റെ രൂപമായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരു പ്ലാൻ അവന്റെ മനസ്സിനകത്തുണ്ട്. അവന്റെ പ്ലാനിനനുസരിച്ചാണ് ആവശ്യമില്ലാത്ത, അദ്ദേഹത്തിന് മനസ്സിലാവുന്ന ആവശ്യമില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഉളി വെച്ച്, ഞാൻ അജന്ത ഗുഹയിൽ പോയിട്ടുണ്ട്, എല്ലോറ ഗുഹയിൽ പോയിട്ടുണ്ട്, ആമേൻ, മദ്രാസിൽ, ഇതൊക്കെ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് കാണുന്നതാണ്. ഇതിനുവേണ്ടി പ്രത്യേകം സമയം ചെലവഴിച്ച് ഇവിടുന്ന് പോകാറില്ല. പക്ഷെ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ സന്ദർശിക്കാറുള്ളത്. അപ്പൊ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അതിഭയങ്കരമായ പാറയ്ക്കകത്ത് കൊത്തി ഉണ്ടാക്കി വലിയ 3 നില ഭയങ്കര കെട്ടിടങ്ങളാണ്, വലിയ ഓഡിറ്റോറിയങ്ങളാണ്. അതൊരു കാലഘട്ടത്തിൽ ഒരു പാറയായിരുന്നു. പക്ഷെ കലാകാരന്മാരെ വെട്ടിയെടുത്ത് വന്നപ്പോൾ 3 നിലയുള്ള വലിയ ഹാളായിട്ടത് മാറി. അതിനകത്ത് വലിയ രൂപങ്ങളുള്ളതായിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം ഇതാണ് പ്രിയമുള്ളവരെ, കലാകാരന്റെ മനസ്സിനകത്ത് അവൻ ആവശ്യമില്ലാത്തത് പുറത്താക്കുമ്പോൾ, വെട്ടി മാറ്റുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അതിനകത്ത് രൂപം തെളിഞ്ഞു വരും. കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താണ്. നിന്റെ കർത്തതയിലൂടെ ദൈവം കൊണ്ടുപോയിട്ട് നിന്റെ ദൈവം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ചില പദ്ധതികൾ നിന്റെ ജീവിതത്തിൽ ഒരുക്കുമ്പോൾ ആവശ്യമില്ലാത്തതെല്ലാം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയാൻ പരിശുദ്ധാത്മാവ് ചില വെട്ടി ഒതുക്കലുകൾ നടത്തുമ്പോൾ ഒന്നുകൂടെ നല്ല ഫലങ്ങൾ ലഭിക്കേണ്ടതിന് നിന്നെ ഒരു ചെത്തി വെടിപ്പാക്കി എടുത്ത് ചില രൂപങ്ങൾ ദൈവം അതിലൂടെ കൊണ്ടുപോകുമ്പോൾ ഒരു കർത്തതയുടെ അനുഭവത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ, എന്തിന് ഈ കർത്തത തന്നുവെന്ന്, ഈ രോഗം തന്നുവെന്ന് ചോദിക്കുമ്പോൾ കർത്താവിന് നിന്നെ കുറിച്ച് പറയാനുള്ള കാര്യം, ഹല്ലേലൂയ, നിന്റെ അകത്ത് ദൈവം വെച്ച് നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഒരു ആഗ്രഹമുണ്ട്, നിന്നെ കുറിച്ച് ദൈവത്തിന് രൂപമുണ്ട്, നിന്നെ കുറിച്ച് ദൈവത്തിന് രൂപമുണ്ട്. ആ രൂപത്തെ, ആ മനുഷ്യനെ, ആദ്യ മനുഷ്യനെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ നിന്നെ കർത്തതയുടെ അനുഭവങ്ങളിലോട്ട് കൊണ്ടുപോയേ പറ്റിയുള്ളൂ. ഇങ്ങനെ പോയാ പോരാ, നിന്റെ ആത്മീയ ജീവിതത്തെ ദൈവം ഉടച്ചു പണിയാൻ പോവുക. ഇങ്ങനെ പണിയാൻ പോയാ നിന്റെ ആദ്യ മനുഷ്യനെ കർത്താവിനൊന്ന് പുറത്തു കൊണ്ടുവരണം. നിന്റെ ആദ്യ മനുഷ്യനെ കർത്താവിനൊന്ന് പുറത്തു കൊണ്ടുവരണം. ആദ്യ മനുഷ്യനെ ഒന്ന് പുറത്തു കൊണ്ടുവരണമെങ്കിൽ നീ ചില പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നിനക്ക് മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് നിന്നോട് ആലോചന പറയുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങൾ അടിച്ചെന്ന് സ്തോത്രം ചെയ്താൽ, വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ച് ദൂത് ഏറ്റെടുക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്താൽ, ഇവിടെ നീ പിറുപിറുക്കരുത്, നീ പിറുപിറുത്താൽ ചില പണികൾ ബാക്കി കിടക്കും. ഇപ്പൊ നമ്മൾ മഹാബലിപുരത്ത് ചെന്നാൽ, ചെന്നൈയിലെ നമ്മുടെ 100 കിലോമീറ്റർ ഉണ്ട് മഹാബലിപുരം. അവിടെ ചെല്ലുമ്പോൾ പൂർത്തിയാകാത്ത ഒത്തിരി ശില്പങ്ങൾ കാണാം. അജന്ത ഗുഹയിൽ ചെല്ലുമ്പോൾ, എല്ലോറ ഗുഹയിൽ, മഹാരാഷ്ട്രയിലുള്ള എല്ലോറ ഗുഹയിൽ ചെല്ലുമ്പോൾ അവിടെ പൂർത്തീകരിക്കാത്ത ഒത്തിരി ശില്പങ്ങൾ കാണാം. കാരണം പകുതി വഴിക്ക് ഇട്ടിട്ട് പോയതാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഇന്ന് പലരെയും പരിശുദ്ധാത്മാവ് പണിത് ആമേൻ രൂപപ്പെടുത്തുന്നതിന് മുമ്പേ ആത്മീയ മണ്ഡലത്തിൽ നിന്ന് ഈ ദൂതനോട് വിഘടിച്ച്, ദൂതനോട് തർക്കിച്ച്, ദൂതനോട് മത്സരിച്ച്, പരിശുദ്ധാത്മാവിനോട് മത്സരിച്ച്, പരിശുദ്ധാത്മാവിനോട് വിഘടിച്ച്, പരിശുദ്ധാത്മാവിനോട് വഴക്കുണ്ടാക്കി, ആത്മീയ മണ്ഡലത്തിൽ നിന്ന് നീ പോകുമ്പോൾ ദൈവത്തിന് നിന്നെ പണിയാൻ കഴിയുകയില്ല. നീ ഇതിനകത്തുണ്ട്, പക്ഷെ നീ പണിയപ്പെട്ടിട്ടില്ല, നിന്റെ മേലുള്ള പണി പൂർത്തീകരിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ കരങ്ങളൊന്ന് ഉയർത്തിയെന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നീ ദൂതനോട് എന്ത് ചെയ്യരുത്,
ദൂതരോട് നീ എന്ത് ചെയ്യരുത്? വിഘടിക്കരുത്. നിന്നെ കൊണ്ടുപോകുന്നത് ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോവുകയും. ഇവിടെ എനിക്ക് എത്ര അവിടെ സംസാരിക്കണതൊക്കെ ഉണ്ട്. അവന്റെ വാക്ക് കേൾക്കവനെ ശ്രദ്ധിച്ച് എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച്. നീ വാക്ക് കേട്ടാ പോരാ, ശ്രദ്ധിക്കണം. എന്താ എന്താ ദൈവം സംസാരിക്കുമ്പോൾ എന്ത് വേണം? ശ്രദ്ധിക്കണം. ആ സമയത്ത് നമ്മൾ മൊബൈൽ നോക്കാൻ നിൽക്കരുത്. ആ സമയത്ത് അല്ല നമ്മൾ വേറെ വേദപുസ്തകത്തിന്റെ ഭാഗങ്ങൾ വായിക്കുന്നത്. നമ്മൾ പലപ്പോഴും വേദപുസ്തകത്തിന്റെ ഭാഗങ്ങൾ വായിക്കുന്നത് ചർച്ച വന്നിട്ടാണ്. എപ്പോ ഏത് സമയത്താണെന്നറിയാമോ? ദൈവവചന ശുശ്രൂഷ സമയത്ത്. ആ സമയത്ത് നമ്മൾ വേറെ ഭാഗങ്ങളെല്ലാം ഞാൻ മറിച്ച് ഞാനിരുന്ന ചർച്ചയിൽ അച്ചായനുണ്ടായിരുന്നു. പുള്ളി ദൈവവചന സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുള്ളി സംസാരിക്കുന്ന ആളാണ്. ഞാൻ ദൈവവചനം സംസാരിച്ചുകൊണ്ട സമയത്താണ് പുള്ളി മെസ്സേജ് ഉണ്ടാക്കുന്നത്. എവിടെയാ? ഇന്നലെ പുള്ളി സന്ദർഭാഷയോടൊന്ന് പരാതി പറഞ്ഞു, ഒന്നും മനസ്സിലാകുന്നുണ്ട് പുള്ളി പ്രസംഗിച്ചിട്ട്. ഞാൻ പറഞ്ഞു പറഞ്ഞ അർത്ഥം ഇതാണ്. അവൻ എന്ത് ചെയ്തില്ല? ശ്രദ്ധിച്ചില്ല. പക്ഷെ കർത്താവ് പറയുന്നു, നീ എന്ത് ചെയ്യണം? നീ ശ്രദ്ധിച്ച് കേട്ട് അവനോട് വിഘടിക്കരുത്. അങ്ങനെ വിഘടിച്ചാൽ അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ. അവിടെ ഒന്നും എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ആ ഭാഗം വിടുകയാണ്. ഇനി 10 മിനിറ്റേ ഉള്ളൂ. 10 മിനിറ്റ് കൊണ്ട് ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. 8:30യോടുകൂടി നമുക്ക് ഈ യോഗം നമ്മൾ അവസാനിപ്പിക്കുമല്ലോ. 8 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും. 2 മിനിറ്റ് പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ്. അമ്മേ പോട്ടെ. അപ്പോൾ എന്നിട്ട് എന്നാൽ നീ അടുത്തത് 23 മുതൽ വായിച്ചാൽ. എന്റെ ദൂതൻ നിനക്ക് മുമ്പായി നടന്ന് നിന്നെ അമോര്യർ, ഹിത്യർ, ഫെരിസ്യർ, കനാന്യർ, ഹിബ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ നിന്നെ കൊണ്ടുപോകുന്ന ദേശം ഇച്ചിരി പ്രശ്നമുള്ള ദേശം, പാലും തേനും ഒക്കെ ഒഴുകുന്ന ദേശം. ഇനി ആദ്യത്തെ ഭാഗം നമുക്ക് ചിന്തിക്കാം. അമോര്യൻ. ആരാ അമോര്യൻ? അമോര്യന്റെ വാക്കിന്റെ അർത്ഥം എന്താ? എന്താ അർത്ഥം അമോര്യൻ എന്ന വാക്കിന്റെ അർത്ഥം? അപ്പൊ നിന്നെ കൊണ്ടുപോവുക. അപ്പൊ പ്രാർത്ഥന ഇതേയുള്ളൂ, കർത്താവെ നടപ്പുള്ള വഴിയിലൂടെ. കുന്നും മലയൊന്നും കയറ്റില്ലേ കർത്താവെ, കുന്നും മലയൊന്നും കയറാൻ വയ്യ, അതുകൊണ്ട് നിരപ്പുള്ള വഴിയിലൂടെ നടത്തണേ. ആമേ. അങ്ങനെ പോകുമ്പോഴാണ് കർത്താവ് പറഞ്ഞത് അമോര്യയുടെ ദേശത്തേക്കാ. ആദ്യം പറഞ്ഞ പേരെന്താ? അമോര്യൻ. അതിന്റെ അർത്ഥം എന്താ? പർവ്വതവാസി എന്നാണ്. കനാന്റെ സന്തതിയാണ് അമോര്യൻ. പർവ്വതങ്ങളിലാണ് അവർ താമസിക്കുന്നത്. ബാക്കി എടുത്ത് വായിക്കാൻ സമയമില്ല. അപ്പൊ പർവ്വതങ്ങളുടെ മുകളിൽ ചെന്നിട്ട് നീ അവനെ കീഴടക്കണം. കനാൻ ദേശം നിനക്കുണ്ട്. ആ തരാൻ പോകുന്ന ദേശത്ത് നീ എന്ത് ചെയ്യണം? നീ കീഴടക്കണം. ആരെയാ കീഴടക്കുന്നത്? ആമേൻ. അപ്പൊ ഒന്ന്, വഴിയിൽ നിന്നെ സൂക്ഷിക്കാൻ നിയമിച്ചിരിക്കുന്ന ദൈവം. 2, നിയമിച്ചാക്കിയ ദേശത്തെ കൊണ്ടുപോകുന്നു. നീ ആദ്യം പറഞ്ഞിരിക്കുന്ന പേരെന്താ? അമോര്യൻ. അപ്പൊ അമോര്യൻ എന്ന് പറഞ്ഞ സാധാരണക്കാരനല്ല. ഈ സാധാരണക്കാരനല്ല നമുക്ക് മനസ്സിലാകണം. പർവ്വതവാസിയ. അവനെ കീഴടക്കണമെങ്കിൽ അവൻ വസിക്കുന്ന പർവ്വതത്തിൽ കയറിയിട്ട് അവനെ കീഴടക്കണം. കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താണ്. ശത്രുവിനെ കീഴടക്കണമെങ്കിൽ എവിടെ ചെല്ലണം? അവൻ വസിക്കുന്ന പർവ്വതത്തിൽ കയറണം. ആ പർവ്വതം നീ പിടിച്ചടക്കണം. നീ ആത്മാവിൽ പിടിച്ചടക്കണം. നിന്നെ തകർത്ത് കളയാൻ പാളയമടിച്ചു നിൽക്കുന്ന ശത്രുവായ പിശാചിന്റെ പാളയത്തിനകത്ത് നീ ആത്മാവിൽ പോരാടി അതിനകത്ത് ബോംബിടണം. ബോംബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ബോംബാകട്ടെ, ഭൗതികമായിട്ടുള്ള ബോംബല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിനകത്ത് കയറി നീ തകർക്കണം. അതിനകത്ത് നീ പ്രാർത്ഥന കൊണ്ട് തകർക്കണം. ആത്മാവിന്റെ ശക്തി ശത്രുവിന്റെ പാളയത്തിനകത്ത് വെളിപ്പെടണം. ശത്രുവായ പിശാചിനകത്ത് ചിതറണം.
അവന്റെ ആലോചനകൾ നിഷ്ഫലമാകണം. അവന്റെ ആലോചനകൾ തകർക്കപ്പെടണം. Praise the Lord. നീ അവനെ കണ്ട് ഭയപ്പെടരുത്. എന്തിനാ നിയമിച്ചാക്കിയിരിക്കുന്നത്? നമുക്ക് ആമോസിന്റെ പുസ്തകം നമുക്ക് വായിക്കാം. ആമോസിന്റെ പുസ്തകത്തില് 2:9 വായിച്ചാൽ. എനിക്ക് ഒത്തിരി സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സമയം വളരെ പ്രധാനമാണല്ലോ. അതുകൊണ്ട് 2:9 ഞാനോ അമോര്യനെ അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു. ആരാ നശിപ്പിച്ചേ? പർവ്വതത്തിൽ നീ കയറിയപ്പോ തീയല്ല നശിപ്പിച്ചത്. ആരാ നശിപ്പിച്ചത്? ദൈവം. ഈ വാർത്ത, ഈ ദേശം നിയമിച്ചാക്കിയ ദേശം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ അത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഞാൻ പ്രവർത്തിക്കുന്ന ദൈവം. നിന്നെ അവിടെ കൊണ്ടുവന്ന് നീ പ്രവർത്തിച്ചോ, ഞാൻ കൈകെട്ടിയിരിക്കാന്ന് പറയുന്ന ദൈവം അല്ല നിന്റെ ദൈവം. നിന്റെ മുമ്പിൽ ഇറങ്ങുന്ന ദൈവം. ദാവീദിന്റെ മുമ്പിൽ വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിനെ, ആമേൻ ആമേൻ, ദാവീദിനെ ഒരു 17 വയസ്സുകാരൻ കൊച്ചു കുഞ്ഞിനെ മുമ്പിലേക്ക് ഇട്ടിട്ട്, ആമേൻ, നീ പോയി യുദ്ധം ചെയ്തു, ഞാൻ ഇവിടെ നോക്കിയിരിക്കാമെന്ന് ഞാൻ പറയുന്ന ദൈവം അല്ല ദൈവം. പ്രൈസ് ദി ലോർഡ്. ഗോലിയാത്തിനെ കവണയ്ക്ക് ആമേൻ എറിഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ വീണേ? എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ. കമന്ന് വീണു. ഏറുകൊണ്ട എങ്ങോട്ട് വീഴും? പുറകോട്ട് വീഴും. എന്താ മുമ്പോട്ട് വീണത്? കമന്ന് വീണേ. എന്തുകൊണ്ടാ വീണേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മക്കുറവാ. ദൂതൻ പുറയെന്ന് ഒറ്റ ഹെരോദാവിനെ അടിച്ച ദൂതൻ, പിന്നെ പുള്ളി ഈ ദൂതനെ ആയിരിക്കും ഹെരോദാവിനെ അടിക്കാൻ വേണ്ടി ദൈവം വിട്ടത്. കാരണം എക്സ്പീരിയൻസ് ഉണ്ട് ഈ ദൂതൻ. ആമേൻ. ഗോലിയാത്തിനെ പുറയെന്ന് ഒറ്റ അടി അടിച്ചു. കല്ല് വന്ന് തട്ടി. കല്ലിന്റെ ശക്തിക്ക് മുമ്പ് പുറകോട്ട് തെറിച്ച് വീഴേണ്ടവൻ മുമ്പോട്ട് വീണു. കാരണം അടി പുറകിന്ന് കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഗോലിയാത്തിനെ മുമ്പിൽ വിട്ടിട്ട്, ദാവീദിനെ വിട്ടിട്ട് നീ യുദ്ധം ചെയ്തോ, ഞാൻ നോക്കിയിരിക്കാമെന്ന് പറഞ്ഞ കൈകെട്ടിരിക്കുന്ന ദൈവമല്ല. യുദ്ധം ചെയ്യുന്നു നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ആത്മീയ ജീവിതത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമാണ് നിനക്കുള്ളത്. കരവൊന്ന് അടിച്ചൊന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചാൽ നിന്റെ കുടുംബത്തെ ആ ദേശത്ത് ദൈവം ആക്കി വെച്ചെങ്കിൽ, നിന്റെ ഭവനത്തെ ദൈവം ആ ദേശത്ത് ആക്കി വെച്ചെങ്കിൽ, നിന്റെ കുടുംബത്തിന് എന്താഴ്ച ആഭിചാര ശക്തികൾ എഴുന്നേക്കും. അവരോട് ആത്മീയമായി യുദ്ധം ചെയ്ത് നിന്നെ കുടുംബത്തെ നിലനിർത്തുന്ന ഒരു ദൈവമാണ് നിനക്കുള്ളത്. നിന്നെ ആ ദേശത്ത് കൊണ്ട് പാർപ്പിച്ചിട്ട് ഒരു അനാഥനെ പോലെ വിട്ടിട്ട് പോകുന്ന ദൈവമല്ല. ആ ദേശത്ത് നിന്നെ ആക്കി വെച്ചെങ്കിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം കൂടെയാണ് നിന്റെ ദൈവം. ആമേൻ. ഇത് വായിച്ചാട്ടെ. ആമേൻ. വായിച്ചാട്ടെ. പെട്ടെന്ന് അവിടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു. അവന്റെ ഉയരം ദേവദാരുക്കളുടെ അപ്പൊ ദേവദാരുക്കളുടെ ഉയരം എത്ര? ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഹിമാചൽ പ്രദേശങ്ങളിലും കാശ്മീരിലൊക്കെ പോയപ്പോ ഒത്തിരി ദേവദാരുക്കളുടെ കാടുകൾ. ആമേൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഓരോരുത്തരെ സഹായിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ സ്ഥലം എനിക്ക് സന്ദർശിക്കുന്നതാണ്. അങ്ങനെ പോയി കാണുന്നതാണ്. ആമേൻ. അപ്പൊ ദേവദാരുവിന്റെ ഉയരം എത്രാന്നറിയോ? എത്ര ദേവദാരുവിന്റെ ഉയരം? ആമേൻ. നമ്മുടെ ഐക്യമുന്നണി ചെടിയുടെ ഉയരമല്ല, കൊക്കോ ചെടിയുടെയും പേരയുടെ ഉയരമല്ല. 40-50 മീറ്റർ ഉയരമുണ്ട് ദേവദാരുവിന്. 131 മുതൽ 164 അടി വരെ ഉയരമുള്ള ദേവദാരു. ഇതാരെ കുറിച്ചാ പറയുന്നേ? ആരെ കുറിച്ചാ? അമോരിനെ കുറിച്ച്. അപ്പൊ ഇത്രയും ഉയരമുള്ള, അത്രയും ഉയരം ഇല്ല കേട്ടോ, കർത്താവ് അത് ഉദാഹരണമായി അല്ലെങ്കിൽ ആലങ്കാരികമായി പറയുക, അവന്റെ ശക്തിയെ കുറിച്ച് പറയുക. എന്നിട്ട് അവിടെ പറയുന്നുണ്ട് അങ്ങനെയാ, ദേവദാരുക്കൾ ഉയരം പോലെ അവൻ കരിവേലങ്ങൾ പോലെ ശക്തിയുള്ളവനായിരുന്നു. എങ്കിലും ഞാൻ മീതെ അവന്റെ ബലവും താഴെ അവന്റെ വേര് നശിപ്പിച്ചു കളഞ്ഞു. ആർക്ക് വേണ്ടിയിട്ടാ ദൈവം ഈ ദൂതനെ നിയമിച്ചത്? തന്റെ ജനത്തിന് വേണ്ടിയിട്ടാ. ഇത്ര പൊക്കമുള്ളവന്റെ അടുത്ത് വെട്ടിക്കിളിയെ പോലെ, അനാക്യമല്ലന്മാരുടെ മുമ്പിൽ വെട്ടിക്കിളിയെ പോലെ തോന്നിച്ച ഈ ദൈവജനം പിന്മാറാനുള്ള സാധ്യതയുള്ളവണ്ട്. അമോര്യരുടെ പർവ്വതത്തിന് മുകളിലേക്ക് ദൈവത്തിന് ദൂതനെ മുമ്പേ അയച്ച് തനിക്ക് നിയമിച്ചാക്കിയ ദേശം കൊടുത്ത ഒരു ദൈവം നിനക്കുണ്ടെന്ന് ഇന്ന് രാത്രി നീ മനസ്സിലാക്കണം.
അതാ പറഞ്ഞു, കുഞ്ഞെ നീ പർവ്വതത്തിന് മുകളിലേക്ക് വാ. പലപ്പോഴും ദൈവം നമുക്ക് കയറാൻ പറ്റാത്ത പർവ്വതത്തിന് മുകളിലേക്ക് ദൈവം കൊണ്ടുപോവുകയാണ്. അവൻ നമ്മൾ പറയും, കർത്താവേ എനിക്ക് ഈ കുന്ന് ഭയങ്കര പേടിയാ, എനിക്ക് 3 നില കെട്ടിടത്തിന് മുകളിൽ കയറാത്ത ആളാണ് ഞാൻ, പേടിയാ. പക്ഷേ ആമേൻ 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 ഹല്ലേലൂയ. ജമ്മു കാശ്മീരിലെ ആമേൻ ആ മലയുടെ മുകളിൽ കാർഗിലിന്റെ പ്രദേശത്തൊക്കെ പോകാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതിഭയങ്കരമായ താഴ്ചയാ, പക്ഷെ ദൈവം എന്നെ അവിടെയൊക്കെ ശക്തീകരിച്ചു, ധൈര്യം തന്നു. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം, പ്രിയമുള്ള കുഞ്ഞെ, നീ അവിടേക്ക് ചെല്ലാൻ ദൈവം പറയുന്നു, നീ കേറി വാ. നീ പറയുന്നു കയറാൻ വയ്യ കർത്താവേ, വയ്യ ആമേൻ, കുന്ന് കയറാൻ വയ്യ, കാലുകൾക്ക് ബലമില്ല. കർത്താവ് പറയുന്നത്, കുഞ്ഞെ ഞാൻ നിനക്ക് കാലാര തന്നത്? ആമേൻ, ഞാനല്ല തന്നത്. മോശ പറഞ്ഞു ഞാൻ വിക്കനാ, കർത്താവ് തടിച്ച നാവുള്ളവനാ. കർത്താവ് പറഞ്ഞു വിക്കനും തടിച്ച നാവുള്ളവനുമാണെന്ന് അറിയാം, നീക്ക് അറിയാം. പ്രൈസല്ലോ. പക്ഷെ വിളിച്ച ഞാനാ, നിന്നെ വിളിച്ചതാ. നീ വിക്കനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വിളിച്ചത്. വിക്കില്ലാത്ത ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് പക്ഷേ ഞാനാ നിന്നെ വിളിച്ചത്. നീ വിക്കുള്ളവനും നിന്റെ പ്രശ്നം എന്താണെന്നും നീ എന്താ നിന്റെ സ്ഥിതിയെന്നും അറിഞ്ഞിട്ട് തന്നെ നിന്നെ വിളിച്ചത്. ഇല്ലെങ്കിൽ വേറെ എനിക്ക് വിക്കില്ലാത്തവർ എത്രയോ പേരുണ്ട്, അവരെ ആരെയും വിളിച്ചൂടെ? അല്ലെ അകലോനെ എനിക്ക് വിളിച്ചൂടെ? പക്ഷെ അകലോനെ വിളിച്ചത് നിനക്ക് താഴെ ഇരിക്കാനാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നത്, നീ കുഞ്ഞു കയറി വാ. ആമേൻ. നമ്മൾ പറയുന്നത്, കർത്താവ് ഈ കഷ്ടതയുടെ മല കയറാൻ വയ്യ, ഈ പർവ്വത മേലോട്ട് കയറാൻ വയ്യ. പക്ഷെ ആമേൻ, ഈ പ്രയാസത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പർവ്വതത്തിന്റെ മുകളിൽ കയറാൻ വയ്യ. കർത്താവ് പറയുന്നത്, മോനെ അങ്ങനെയല്ല, നീ കയറാൻ തുടങ്ങുമ്പോൾ നിന്റെ കാലിന് ഞാൻ മാൻപേടയുടെ കാല് പോലെ ബലമുള്ളതാക്കും. ഇസ്രായേൽ ദൈവജനത്തോട് പറഞ്ഞു, മഹാപുരോഹിതന്മാരോട് പറഞ്ഞു, യോർദാൻ കണ്ട് ഭയപ്പെടരുത്, പെട്ടകം ചുമന്നിട്ടുള്ള കാല് നിങ്ങൾ യോർദാനിൽ കുത്തുമ്പോൾ യോർദാൻ 2ആയിട്ട് വിഭജിക്കും. നിങ്ങൾ പിന്മാറരുത്, ധൈര്യത്തോടെ കാലെടുത്ത് വെക്ക്, ധൈര്യത്തോടെ കാലെടുത്ത് വെക്ക്. ഹല്ലേലൂയ. ധൈര്യത്തോടെ കാലെടുത്ത് വെക്ക്, നീ പിന്മാറരുത്. ഈ കുന്ന് കയറാൻ ദൈവം നിന്നെ ശക്തീകരിക്കും. നിനക്ക് കയറാൻ വയ്യെങ്കിൽ നിന്നെ കരം പിടിച്ച് ദൈവം നിന്നെ കയറ്റും. നിനക്ക് എന്നിട്ടും കയറാൻ വയ്യെങ്കിൽ നിന്നെ വഹിക്കും. കഴുകൻ തന്റെ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ ഈ നിങ്ങൾക്ക് കയറാൻ പറ്റാത്ത ദുർഘടമായ വഴിയില്, ദുർഘടമായ ഈ പർവ്വതത്തില് നിന്നെ വഹിച്ചു കൊണ്ടുപോയി അവിടെ നിർത്തുന്ന ദൈവമാണ് നിന്റെ ദൈവം. നിന്നെ വീഴാതെ വണ്ണം മഹിമാസന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ് നിന്റെ ദൈവം. ആമേൻ. കഴുകൻ തന്റെ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ നിന്നെ വഹിച്ച് കൊണ്ട് ദൈവം നിന്നെ നിയോഗിച്ച് ആക്കിയിരിക്കുന്ന, നിനക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്ന ആ സ്ഥാനത്ത്, അത് ദേശമാകട്ടെ, അത് ജോലിയാകട്ടെ, അതൊരു വീടാകട്ടെ, അത് ഏത് സാഹചര്യമാകട്ടെ, ദൈവം നിനക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്ന സാഹചര്യത്തിനകത്ത് നിന്നെ നിർത്തുന്ന ദൈവമാണ്. നീ ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് ചെന്ന് കയറി നീ താഴ്വാരത്തിലേക്ക് നോക്കുമ്പോഴാണ് ആ താഴ്വാരയുടെ മനോഹരത നീ കാണുന്നത്. ഈ പർവ്വതത്തിന് മുകളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയും, കർത്താവേ ഈ ഇത്ര മനോഹരമായ ഒരു താഴ്വരയിലൂടെ ആണല്ലോ എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയതെന്ന് നീ പറയണമെങ്കിൽ നീ ആ പർവ്വതത്തിന് മുകളിൽ കയറിയേ പറ്റൂ. നീ പർവ്വതത്തിന് മുകളിലേക്ക് കയറുമ്പോഴാ ചെറിയ കുഞ്ഞെ നിന്നെ ദൈവം നടത്തി അനുഗ്രഹത്തിന് താഴ്വര നീ കാണുന്നത്. കരങ്ങൾ അടിച്ചെന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന്റെ കർത്തതയുടെ ഭാരപാത്രത്തിന്റെ അനുഭവത്തിലൂടെ കൊണ്ടുവന്നു നിന്നെ ഈ പർവ്വതത്തിന് മുകളിൽ നിർത്തിക്കഴിയുമ്പോൾ, നീ നാളുകൾ കഴിയുമ്പോൾ, നിന്റെ കണ്ണീർ വിശ്രമിക്കുമ്പോൾ, നീ അവിടെ നിന്ന് സ്വസ്ഥത എടുക്കുമ്പോൾ, എവിടെ നീ സ്വസ്ഥത എടുക്കുമ്പോൾ ഈ പർവ്വതത്തിന് മുകളിൽ നിനക്ക് സ്വസ്ഥത തരുമ്പോൾ നീ താഴ്വാരത്തിലേക്ക് നോക്കിയിട്ട് പറയും, യഹോവ എത്ര നല്ലവനായിരുന്നു, ദൈവം എത്ര നല്ലവനായിരുന്നു. ഈ കഷ്ടതയിലൂടെ എന്നെ നടത്തി ഇവിടെ വരെ കൊണ്ടുവന്നല്ലോ, ഞാനിവിടെ വരെ വന്നതല്ല, എന്നെ ദൈവം എന്നെ കൊണ്ടുവന്നതാ. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം യഹോവ സഹായിച്ചു നിനക്ക് പറയണമെങ്കിൽ നീ പർവ്വതത്തിന് മുകളിൽ എത്തിയേ പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളൂ. വ്യക്തി സംസാരിക്കാറുണ്ട്, പക്ഷെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഇതിനെ തുടർച്ചയായിട്ട് സംസാരിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള കുഞ്ഞെ, ഇന്ന് രാത്രി ഞാൻ പറയാത്തെ നിന്റെ നിരാശയൊക്കെ ഒന്ന് മാറട്ടെ. എന്നും കഷ്ടതയാ. വിളിച്ച നാള് മുതൽ, നീ വിശ്വാസത്തിൽ വന്ന നാള് മുതൽ നീ ഒരു രോഗമായി. വിശ്വാസത്തിൽ വരുന്നത് വരെ നിന്റെ ശരീരത്തിന് കുഴപ്പമില്ലായിരുന്നു. വിശാലിനോട് പറയും, നീ സ്നാനപ്പെട്ടത് മുതലായി പ്രശ്നങ്ങൾ തുടങ്ങിയത്. പ്രൈസ് അല്ല, ദൈവം നിന്നെ ഈ ശോധനയിലൂടെ കൊണ്ടുപോകുന്നത്. പ്രൈസ് ദി ലോർഡ്.
ഞാൻ ഇന്ന് ഒരാളുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന് മുമ്പ് വേറെ അസുഖം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ദൈവം ഒരു സാഹചര്യത്തിന് അനുഭവത്തിലൂടെ കൊണ്ടുപോകും. ഇന്ന് ആമേൻ രാത്രി നമ്മൾ മനസ്സിലാക്കേണ്ടതായ വിഷയം. ആമേൻ ചില കഷ്ടതയുടെ അനുഭവങ്ങളിലൂടെ ദൈവം നിന്നെ കൊണ്ടുപോകും. ഒരുപക്ഷെ നിന്റെ ശരീരത്തിലുള്ള രോഗം നീ സ്നാനപ്പെടുന്നതിന് മുമ്പുള്ള രോഗം. നീ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴായിരിക്കും ആ രോഗം വെളിപ്പെട്ടത്. ക്രിസ്തുലോ, നിന്നെ ദൈവം ആ കഷ്ടതയുടെ അനുഭവത്തിലൂടെ കൊണ്ടുപോകുമ്പോൾ അത് അനുവദിച്ചത്. ദൈവത്തിന്റെ കുഞ്ഞെ, ഇവിടെ നിന്നെ നന്നായ നിലയിൽ ദൈവത്തിന്റെ സംരക്ഷണം നീ കാണാൻ പോകുക. നീ വിശ്വാസത്തോടെ നീ ധൈര്യപ്പെടും. നിന്റെ ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കും. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട തിരുവചനത്തെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ ലൈനുകൾ അറിയാമെങ്കിൽ ഒന്ന് പാട്ട് ആ ഒരു ഒറ്റ ലൈൻ മാത്രം പാടിയാട്ടെ. കർത്തതയുടെ പാനപാത്രം